പൊട്ടിച്ചിരിക്കുന്ന മൈക്രോഫോൺ. ഇതെന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? തലയാണോ? ഈ കത്തിയല്ല. ഈ ആൾക്കാർ ഇത് വെച്ചിട്ടേ. Good morning guys. Happy birthday to me. Happy birthday to me. അങ്ങനെ എൻ്റെ 27ാമത്തെ ബർത്ത്ഡേ. So 30 June 1998. That's when I was born. സോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് രാത്രി 12 മണിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്ന സർപ്രൈസാണ് കേട്ടോ ഇത്. ചേട്ടൻ ഏതാണ്ട് 1 മാസം കൊണ്ട് പ്ലാൻ ചെയ്തതാണ് ഇതൊക്കെ. ബേസിക്കലി ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ആ മേഖലയോട് എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് ചുമ്മാ കോണ്ടൻറ് ക്രിയേഷനൂടെ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു തീമായിരുന്നു ഇപ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേ. പുള്ളിക്കാരൻ എൻ്റെ എല്ലാ ബർത്ത്ഡേസിനും ഓരോരോ തീം ഐഡിയാസാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ഞാൻ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എനിക്ക് ഇത് ഇഷ്ടമാണെന്ന് പറയുന്നതായിരിക്കും അന്നത്തെ തീം. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. സോ ഇപ്പോൾ ഈ കൊണ്ടുവരുന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു മൈക്രോഫോണാണ്. അത് എനിക്ക് നേരത്തെ തന്നെ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്കറിയാം കേട്ടോ, അതാണ് ആ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിക്കാത്തത്. എൻ്റെ ഹസ്ബൻഡ് എന്നെ പറഞ്ഞു പറ്റിച്ചിരുന്നത് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല എന്നാണ്. ഇത് പൊതിഞ്ഞോണ്ടാ ഇത് പൊതിഞ്ഞ വെച്ചേക്കുന്ന രീതിയുണ്ട്. പൊതിയാൻ ഞാൻ പറഞ്ഞാൽ ഞാൻ പൊതിഞ്ഞു തരാൻ ഞാൻ പറഞ്ഞതാ. എന്താണ് ഗസ് ചെയ്യാവോ? പൊട്ടിച്ചിരിക്കുന്ന മൈക്രോഫോൺ. സോ എനിക്ക് ഗിഫ്റ്റൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്ത് കിട്ടണം കേട്ടോ, അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ബർത്ത്ഡേക്ക് മുമ്പേ ആ മൈക്രോഫോൺ കിട്ടിയത് കൊണ്ട് റാപ്പൊന്നും ചെയ്തിട്ടല്ല കേട്ടോ തന്നെ. അപ്പോൾ അതിൻ്റേതായ വിഷമം എനിക്കുണ്ടായിരുന്നു. സോ ഞാൻ തന്നെയാണ് കേട്ടോ പറഞ്ഞത്, എനിക്ക് ഈ മൈക്രോഫോൺ വീണ്ടും ഒന്ന് പൊതിഞ്ഞ് ഗിഫ്റ്റ് റാപ്പറിലൊക്കെ റാപ്പ് ചെയ്തൊക്കെ തന്നാൽ കൊള്ളാമെന്ന്. വേറൊന്നിനുമല്ല, ഒരു മനസ്സുഖം. പക്ഷെ പുള്ളിക്കാരൻ എന്നെ ഞെട്ടിച്ചുകൊണ്ട് വേറൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ഞാൻ പറഞ്ഞ ഡ്രസ്സാണിത്. ഇത് ഊട്ടി സെറ്റ്. 2 സ്വെറ്റ് ഷർട്ടും 2 ടീഷർട്ടും ആയിരുന്നേ. അതും എൻ്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ഹാൻഡിലൊക്കെ വെച്ചിട്ട് അതെനിക്കൊരു ഭയങ്കര സർപ്രൈസായിപ്പോയി. ഞാനില്ലേ വളരെ അണ്ടർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഏതൊരു കാര്യം തുടങ്ങിയാലും ഞാൻ ഭയങ്കര നെഗറ്റീവ് വിചാരിക്കും. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് എന്നിലുള്ള വിശ്വാസമാണ് കേട്ടോ ഇന്ന് ഈ ബർത്ത്ഡേ ടീമിൽ കാണിച്ചിരിക്കുന്നത്. എനിക്കില്ലേ എൻ്റെ ബർത്ത്ഡേസ് ഇങ്ങനെ മറക്കാതെ ഓർത്ത് വെച്ച് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്തായാലും എൻ്റെ ഹസ്ബൻഡ് വളരെ വൃത്തിക്ക് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇനി പൊക്കിക്കഴിഞ്ഞാൽ പുള്ളി വല്ല ബഹിരാകാശത്ത് എത്തും. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും സമയം ഏതാണ്ട് 1:30 ആയി കേട്ടോ. അപ്പോൾ രാവിലെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഗൈസ്. ആക്ച്വലി ഇവിടെ ഗുഡ് മോർണിംഗ് അല്ല, ഇവിടെ ഏതാണ്ട് 11:33 ആയി കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, 27th ബർത്ത്ഡേ അല്ല, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ എല്ലാ ബർത്ത്ഡേസിനും ഞങ്ങളിവിടെ തൊട്ടടുത്തൊരു പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതൊക്കെ ഒരു മസ്റ്റാണ്. അപ്പം അവിടെ പോവാണ്, എത്ര ലേറ്റ് ആയാലും അത് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങളിവിടെ കൊണ്ടുവന്ന് വിചാരിച്ചു, കമാൺ. സോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ പാർക്ക്. ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ.
ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് പാർക്ക് ടൂർ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഈ പാർക്കിലൊരു മേജർ ഗ്രൗണ്ടാണ്. സൺഡേ സാറ്റർഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഫുള്ള് പിള്ളേരെ കൊണ്ട് നിറഞ്ഞിരിക്കും. ഫുട്ബോൾ ആയാലും പിന്നെ വേറെന്തൊക്കെയായിരുന്നു, റഗ്ബി, അങ്ങനെ പല ഗെയിംസ് ഇവിടെ കളിക്കാറുണ്ട്. ഇവിടെ ഓസ്ട്രേലിയയിൽ സ്പോർട്സ് അക്കാഡമിക്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് മാൻഡേറ്ററി ആണ്. പേരൻസും കോച്ചസും ഒക്കെ വന്ന് ഇവരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി കാര്യമാണ്. നല്ലതല്ലേ? പിന്നെ ഈ ഗ്രൗണ്ട് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങ് ഈ പാർക്കെന്ന് പറയുന്നത് അങ്ങ് ഏക്കർ കണക്കിന് കിടക്കുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഏക്കർ കണക്കിന് പാർക്ക് ഇങ്ങനെ മുക്കിന് കാണുന്നത്. ഇത് എവിടെ ചെന്നാലും ഓസ്ട്രേലിയയിലെ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനത്തെ ഒരു പാർക്ക് ഉണ്ടാവും. അപ്പം എക്സസൈസ് ചെയ്യാനായാലും മോർണിംഗ് വർക്കൗട്ട് എന്തിനും നല്ലതായിരിക്കും ഇവിടെ വരിക എന്ന് പറയുന്നത്. ഈ പാറ എന്തിനായിരിക്കും ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കാഡി ബ്രൂക്ക് റിസർവിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ബിവെയർ ഓഫ് സ്നേക്സ് എന്ന് എഴുതിയേക്കുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ഞങ്ങൾ സ്നേക്സിനെ കണ്ടിട്ടുമുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകുമ്പം ഞങ്ങൾ സമ്മറിലായിരുന്നു അന്ന് നടക്കാൻ പോയപ്പോൾ ഇങ്ങനെ കുഞ്ഞു പാമ്പുകളുണ്ടല്ലോ, അതിങ്ങനെ എന്താ പറയുക ഷറാന്നും പറഞ്ഞ് എഴഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇല്ലയെന്നൊന്നും പറയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ബിവെയർ ഓഫ് സ്നേക്സ് എന്ന് പറഞ്ഞ ബോർഡുണ്ടെന്ന്. അതിലൊരു ബോർഡുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതാണത്. അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിരിക്കും അവിടെ പാമ്പുണ്ടാവും. അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കുക. രാവിലെ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഒരു 6-7 മണിക്കൊക്കെ ഭയങ്കര ഇരുട്ടായിരിക്കും കേട്ടോ. അപ്പം കുറച്ച് ഇരുട്ട് വീണിട്ടാണ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ മിക്കവരും നടക്കാനൊക്കെ വരുന്നത്. രാവിലെ ആൾക്കാർ അധികം കാണത്തില്ല. പിന്നില്ലേ ഞങ്ങൾ മെട്രോയിൽ പോകുന്ന വഴിക്കുണ്ടല്ലോ ഒരു വലിയ പാമ്പ് ചത്തു കിടക്കുന്നുണ്ടായിരുന്നു. ഓ മൈ ഗോഡ്. അപ്പോൾ അതിന് ശേഷം ആ വഴിയും ഞാനിപ്പോൾ ഇങ്ങനെ നോക്കിയാണ് നടക്കുന്നത്. ഓന്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടക്കുമ്പം കരിയിലയിലൊക്കെ ഇങ്ങനെ അനങ്ങുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ എനിക്ക് പേടിയാണ് ഇനി പാമ്പ് വല്ലതും ആണോ എന്ന്. പിന്നെ ഇവിടെ ഓസ്ട്രേലിയയിൽ വൈൽഡായിട്ടുള്ള അനിമൽസൊക്കെ കാണാൻ കുറവാട്ടോ. പക്ഷെ വെനമസ് ആയിട്ടുള്ള ഇങ്ങനത്തെ റെപ്റ്റൈൽസ് ഒരുപാടുണ്ട്. ഇല്ലേ മഴ പെയ്യുമ്പം ഇവിടെ ഫ്ലാഷ് ഫ്ലഡ് ചെയ്യാനും ചാൻസ് ഉണ്ട് കേട്ടോ. സോ മൊത്തത്തിൽ ഒരു ഇതാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ സമയത്തൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല പീസ്ഫുള്ളാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ പല ടൈപ്പ് ഓഫ് ബേർഡ്സിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കിട്ടാത്ത രീതിയിലുള്ള ബേർഡ്സിനെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമായിരിക്കും ചിലപ്പം. പക്ഷെ ഞാനില്ലേ പിങ്ക് കളർ ഷെയ്ഡുള്ള പ്രാവിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിടാമേ. അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഞാൻ അത് ആ സൈഡിൽ എവിടെയെങ്കിലും കാണിക്കാം. പിന്നെ ഇതെൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ഞാനൊരു പാർക്ക് ടൂർ നടത്തുകയല്ല എന്ന് വിചാരിക്കരുത്. കണ്ടപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, ഇത് വെള്ളത്തിൻ്റെ അളവ് നോക്കാനാണോ ഫ്ലഡ് വരുമ്പം എന്നെനിക്കറിയത്തില്ല, അതോ നമ്മുടെ നീളം നോക്കാനാണോ എന്ന് അറിയത്തില്ല. പക്ഷേ എനിവേസ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നെ കളിയാക്കും 160 സെൻറ്റിമീറ്റർ താഴെയാണെന്ന്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ 160-നേക്കാളും മുകളിലാണെന്ന്. നിങ്ങൾ തന്നെ നോക്കൂ, എങ്ങനെയുണ്ട്? ഇല്ലേ? പിന്നെ ആ കാണുന്നതൊക്കെ ഗ്രൗണ്ടാണ് കേട്ടോ. അത് ബേസ്ബോൾ ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. അവിടെയും ഇതേപോലെ ഒരു വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പം പിള്ളേരൊക്കെ വന്ന് കളിക്കാറുണ്ട്. കോച്ചസൊക്കെ ആയിട്ട് പേരൻസും എല്ലാവരും വരും. അന്ന് ഇവിടെ ഐസ്ക്രീമിൻ്റെ വണ്ടികളൊക്കെ കാണും കേട്ടോ. കാരണം ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവും. എന്നാൽ പോലും ഇത്രയും ആൾക്കാർ വന്നാൽ പോലും ഇത് ഭയങ്കര നീറ്റായിട്ട് വെക്കും എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് പാർക്കുകളുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആൾക്കാരും കുറവായിരിക്കും. കാരണം ഓസ്ട്രേലിയയിൽ പോപ്പുലേഷൻ കുറവാണല്ലോ പൊതുവേ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പാർക്ക് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഫുള്ള് ആളുകളും പിന്നെ എന്താ പറയുക വേസ്റ്റും ഒക്കെ ആയിരിക്കും. ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നല്ല കണ്ടില്ല, അവിടെയൊക്കെ ഡസ്റ്റ്ബിൻസും ഒക്കെ വെച്ചിട്ടുണ്ട്. സോ അതാണ് ഇവിടുത്തെ ഒരു
ഗുഡ് തിങ് ദാറ്റ് ഐ ഹാവ് നോട്ടീസ്ഡ്. ഇത് കണ്ടില്ലേ ഗൈസ്, ഇപ്പം സമയം 1:30 വിൻ്റർ ആയതുകൊണ്ട് അധികം വെയിലില്ല. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഇപ്പോഴാണ് വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടി വന്നത്. ഞങ്ങളൊരിക്കൽ രാവിലെ എന്തോ 5-6 മണിക്ക് എന്തോ വന്നപ്പം ഇവിടെ ആൾക്കാരേ ഇല്ലായിരുന്നു. വളരെ 1-2 ആൾക്കാരാണ്. ഇപ്പം കണ്ടില്ലേ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ കളിക്കാനൊക്കെ ആയിട്ട്. ആ കാണുന്നത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്കും പോവാം. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ലൈക്ക് ദാറ്റ്. ഇവിടെ പിന്നെ ആരും അങ്ങനെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഒബ്വിയസ്ലി ലോ തെറ്റിക്കരുത്. ഞങ്ങളിപ്പം ഫുഡ് ഓർഡർ ചെയ്ത കേട്ടോ. ബർത്ത്ഡേ ആയിട്ട് ഇന്ന് പുറത്തു നിന്നാണ് ഫുഡ്. പുറത്ത് പോയി കഴിക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ എഴുന്നേറ്റപ്പോൾ ഒരുപാട് താമസിച്ചു. അപ്പോൾ ഇനി പുറത്ത് പോവുക, ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയുമ്പം ഒരുപാട് താമസിക്കും. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അകത്ത് ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കില്ലേ ഓസ്ട്രേലിയയിൽ ഫ്രണ്ട്സ് അധികം ഇല്ല. ഓസ്ട്രേലിയയിൽ നിന്നല്ല, എനിക്ക് പൊതുവേ ഫ്രണ്ട്സ് വളരെ കുറവാണ്. സ്കൂളിലായാലും കോളേജിലായാലും ഞാനൊരു സൈഡ് ക്യാരക്ടറായിരുന്നു. ഈ സൈഡ് ക്യാരക്ടർ റോളിൽ നിന്ന് മാറി മെയിൻ ക്യാരക്ടർ റോളിലേക്ക് പോയത് എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണേ. അതിൻ്റെ റീസൺ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ലീവ് എടുത്തിട്ടായാലും എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. സോ എൻ്റെ എല്ലാ നന്ദിയും എൻ്റെ ഹസ്ബൻഡിനെ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ see you in my next vlog. Ta-ta!